ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. ഇത് നിങ്ങൾക്ക് ഇന്നത്തേക്കുള്ള ഡിവൈൻ ഗൈഡൻസ് മെസ്സേജ്. ആൻഡ് ദ കാർഡ്സ് വി ഗോട്ട് ക്വീൻ ഓഫ് കപ്സ്, നൈറ്റ് ഓഫ് വോൺസ് ആൻഡ് ബോട്ടം എനർജി വന്നത് വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. ഓക്കെ, ഇവിടെ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ സ്കാറ്റർ ചെയ്ത് കിടക്കുകയാണെങ്കിൽ അതൊരു ഡിസ്ട്രാക്ഷനാണ്. ഒരു സിംഗിൾ ഗോള് ഉണ്ടായിരിക്കും, ഒരൊറ്റ ലക്ഷ്യത്തിലേക്ക് നീങ്ങുക, പാഷനേറ്റ്ലി നീങ്ങുക. എന്നാൽ അവിടെ ആക്ഷൻ എടുക്കേണ്ടത് ബ്ലൈൻഡായിട്ട് എന്തെങ്കിലും ഒരു ആക്ഷൻ എടുത്തേക്കാം, അത് പെട്ടെന്ന് നടക്കട്ടെ, തോന്നുന്നതെല്ലാം കണ്ണി കാണുന്നതെല്ലാം ചെയ്യുക, അങ്ങനെയല്ല. ആക്ട് വിത്ത് ഇമോഷണൽ ഇൻ്റലിജൻസ്. ഓക്കെ, ഡോണ്ട് റഷ് യുവർ ആക്ഷൻസ്. നിങ്ങളുടെ ആക്ഷൻസ്, നിങ്ങളുടെ പ്രവൃത്തികൾ പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യാം എന്ന് വിചാരിച്ച് തോന്നുന്നത് ചെയ്യുകയല്ല, പക്ഷേ ഓരോ പ്രവൃത്തി ഞാൻ ചെയ്യുമ്പോഴും അതെനിക്ക് എത്രത്തോളം ഗുണമുണ്ടാകുന്നു, എനിക്കോ മറ്റുള്ളവർക്കോ എന്തെങ്കിലും ദോഷം ഉണ്ടാവുന്നുണ്ടോ, ഇതൊക്കെ കൺസിഡർ ചെയ്ത് ഒരു ലോങ് ടേം പ്ലാനോട് കൂടിയിട്ട്, അതാണ് ഇമോഷണൽ വിസ്ഡം വിത്ത് പ്രാക്ടിക്കൽ ആക്ഷൻ. ഇത് നിങ്ങളിപ്പോൾ എടുക്കുക. നിങ്ങൾക്ക് ഇങ്ങനെ എടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സമയത്ത് ലക്ക് എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് ഫേവറബിളാണ്, ഭാഗ്യം തുണച്ചിരിക്കുന്ന സമയമാണ്. പക്ഷേ നിങ്ങളുടെ പ്രവൃത്തി കൊണ്ട് ആ ഭാഗ്യം ഇല്ലാതായി പോകരുത്. കാരണം ഭാഗ്യം എന്ന് പറയുന്നത് അവസരങ്ങളിലൂടെയാണ് വരുന്നത്. ആ അവസരങ്ങൾ നമ്മളുടെ ഇമോഷണൽ ഇൻ്റലിജൻസ് ഇല്ലായ്മയും ബ്ലൈൻഡായിട്ട് എന്തൊക്കെയോ ചെയ്യുന്ന ആക്ഷൻസും കൊണ്ട് തട്ടിക്കെടുത്തി കളയാതിരിക്കുക എന്നുള്ളൊരു മെസ്സേജാണ്. ബി ഇൻ മൈൻഡ്ഫുൾനെസ്. ഇമോഷണൽ ഇൻ്റലിജൻസ് എന്താണ് എന്ന് ചോദിക്കുന്നവരോട് എല്ലാവർക്കും അറിയാം. എന്നാലും ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് ഇമോഷൻസ് ഇല്ലായ്മയല്ല, എല്ലാ ഇമോഷൻസിനെ സപ്രസ് ചെയ്യലുമല്ല. എനിക്ക് ഈ സമയം എന്ത് ഇമോഷൻ ഫീൽ ചെയ്യുന്നു എന്ന് റെക്കഗ്നൈസ് ചെയ്ത് അതിനെ വേണ്ട വിധത്തിൽ യൂട്ടിലൈസ് ചെയ്ത് കൺട്രോൾ ചെയ്യേണ്ടടുത്ത് കൺട്രോൾ ചെയ്ത് എഫക്റ്റീവായി മാനേജ് ചെയ്യുന്നിടത്താണ് ഇമോഷണൽ ഇൻ്റലിജൻസ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ആ ഇമോഷണൽ ഇൻ്റലിജൻസിനെ യൂസ് ചെയ്യേണ്ട സമയമാണ്.